പുതുജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ വാണവരാണധികം വഴി വീണവരും സുലഭം അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് അയാൾ പറയുന്നത്. 2 മാസം ഗർഭിണിയാ, അതുകൊണ്ട് എനിക്ക് അവിടെ പോയേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം തന്നെ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ വേണ്ടി അവിടെ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, എനിക്ക് നമ്മൾ തമ്മിൽ ജീവിക്കാൻ ഞാൻ പറഞ്ഞാണ് തെറ്റെന്നാണ് ബോധ്യമായെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എവിടെ വെച്ചാണ് ആ സ്ത്രീയെ നിങ്ങൾ പരിചയപ്പെട്ടത്? ഞാൻ ഗൾഫിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അവര് ഗൾഫിൽ വന്നോ? ഇല്ല. പിന്നെ എനിക്കൊരു കൂട്ടുകാരുടെ നമ്പർ തന്നു. എനിക്കുമ്പോ മോനെ വിളിക്കുമ്പോ എന്റെ കുറ്റങ്ങൾ വേണം പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് തിന്നുമല്ല ഞാനും ജോലിക്ക് പോവാ വേണം. അതൊന്നും അല്ല, നമ്മൾ എത്രത്തോളം താഴ്ത്തോ അത്രത്തോളം എവിടെ എല്ലാം ചെന്ന് പറയാം. അങ്ങനൊക്കെ ഈ അണ്ണന്റെ അമ്മ എന്നെ കല്യാണം കഴിച്ച് ഈ 19 വർഷം ഈ അണ്ണനോട് ജീവിച്ചെങ്കിൽ ഇവിടെ നല്ല വാക്ക് അവരെന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ വേണം അവരെ ഞാൻ സ്നേഹിക്കുന്നത്? ഇപ്പൊ അണ്ണന്റെ പെങ്ങളിപ്പോ ആ കടയിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ മതി വേണം അയാളും ആണുങ്ങളെ പിടിക്കാൻ പോവാന്നെന്ന്. പിന്നെന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ രണ്ടാമത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞമ്മ മോനും രണ്ടാമെന്ന് പറഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ട്? 2 വർഷം കഴിഞ്ഞ് ഞാൻ ലീവിന് വന്നായിരുന്നു. അപ്പൊ ഈ 2 വർഷം വരെ അവർ വീട്ടിൽ താമസിച്ചു. അവിടെ താമസിച്ചു. അമ്മ അങ്ങ് അവരുടെ വീട്ടിൽ പോയി. അമ്മ തൊട്ടടുത്ത വീട്ടിലായിരുന്നു. തൊട്ടടുത്ത വീട്ടിലോട്ട് അമ്മ അങ്ങ് പോയി. ഇവരാ വീട്ടിൽ തന്നെ താമസിച്ചു. നിങ്ങളുടെ വീട്ടില് അവിടുന്ന് പോവാനാ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ? പോയി നിന്റെ വീട്ടിൽ പോന്നാ പറഞ്ഞോണ്ടിരുന്നത്. പോവാത്തത് കൊണ്ടാണ് ഇത്ര വ്യത്യാസമുള്ളു. അവിടെ ഈ അനിയന്റെ മോള് ഞങ്ങൾ നോക്കുന്ന കുഞ്ഞ് എന്റെ കൂടെ വന്ന് കിടക്കുന്നത്. പിന്നെ എങ്ങനെ വേണം ഞാൻ അതിനകത്ത് ഒറ്റയ്ക്കാവുന്നത്? അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഭർത്താവില്ലെങ്കിൽ കുഞ്ഞുമില്ല, അല്ലെങ്കിൽ അവളെ വീട്ടിൽ പോയി നിന്നൂടെ? അങ്ങനെയല്ലല്ലോ. കുഞ്ഞില്ലാത്തവര് ഭാര്യ വീട്ടിലാണോ താമസിക്കേണ്ടത്? കുഞ്ഞുങ്ങളില്ലാത്തവര് ഭാര്യ വീട്ടിലാണോ? ആരും കൂട്ടിനാരും ഇല്ലെങ്കിൽ ഇവരുമായിട്ട് വീട്ടുകാരായിട്ട് വഴക്കാണെങ്കിൽ ഒറ്റയ്ക്ക് സ്ത്രീ എങ്ങനെയാണ്? എന്ത് തന്നെയായാലും ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യ താമസിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചതിന്റെ പേരിലുള്ള പ്രശ്നമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല വിശ്വകുമാർ. നിങ്ങളുടെ വീട്ടിൽ അവർ താമസിക്കുന്നു, ആ കുഞ്ഞ് അവിടെ വന്ന് കിടക്കുന്നു, തൊട്ടപ്പുറത്താണ് അമ്മയും മറ്റുള്ളവരൊക്കെ താമസിക്കുന്നത്. അവിടെ താമസിക്കാതെ ആ സ്ത്രീയില്ല. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ നമ്മൾ കഥ കേൾക്കുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയാനൊക്കൂ. ആ സ്ത്രീ ഒരു കൂട്ടുകാരൻ നമ്പർ തന്നു. ആ കൂട്ടുകാരൻ നല്ല രീതിയിലല്ല തന്നിരിക്കുന്നത്. അവരെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ചോദിക്കുന്നത് എന്തുവാ? ഒരു ജഡ്ജിങ് പാനലാ ചോദിക്കുന്നത്. ആര്? ഞാനോ? ചോദിച്ചാ പിന്നെ വിവാഹം കഴിച്ചോ? നിങ്ങൾ വിവാഹം കഴിച്ചോ? അമ്പലത്തിൽ പോയി താലി കെട്ടി. ഇവര് നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ? ബന്ധം വേർപെടുത്തി അത് കോടതിയിൽ കിടക്കണം. ബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ? വേർപെടുത്തിയിട്ടില്ല, കോടതി കിടപ്പുണ്ട്. കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങൾ പോയി വേറെ വിവാഹം കഴിച്ചത്. നിങ്ങൾ ക്രിമിനൽ കുറ്റം ചെയ്തെന്നറിയാവോ? നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, ജയിലിൽ പോകേണ്ട ആളാ. അവര് കൊണ്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ജയിലിൽ പോകും. അതാ വേണ്ടത്. പെൻഡിങ് കേസ് കിടക്കുകയാണ്. അവരൊരു പെറ്റീഷൻ അതിന്റെ കൂടെ ഇട്ടാൽ മതി. മേഡം ഇപ്പൊ പോയിട്ടും ഈ സിന്ധു എന്ന് പറഞ്ഞവൾ എന്നെ എപ്പോഴും നമ്മുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ വേർപിരിഞ്ഞിട്ട് എത്ര വർഷമായി? 11 വർഷം. 11 വർഷം. എന്ത് കാരണം കൊണ്ടാ പിരിഞ്ഞു? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിലെ 2 അമ്മമാര് തങ്ങളിലുള്ള പ്രശ്നമേ ഉള്ളൂ. ആരുടെ? നിങ്ങളുടെ അമ്മയും അവരുടെ അമ്മ? ആ ചേട്ടൻ്റെ അമ്മയായിട്ട്. ആ പ്രശ്നത്തിന്റെ പേര് നിങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ച പോയാൽ നിങ്ങൾ കേസ് കൊടുത്ത് പറയൂ? ഇല്ല, അങ്ങനെ ഞാൻ വന്ന് എൻ്റെ വീട്ടിൽ നിന്നതിന് ശേഷം വന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കാൻ വരത്തില്ല, എനിക്ക് 5 സെൻറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് വീട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിന് ശേഷം പിന്നെ വന്നിട്ടുമില്ല. പിന്നെ കൊച്ചിൻ്റെ 28-നാണ് വന്നത്. അതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ജീവിക്കാനെന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും സ്ട്രോങ് ആയിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല. 2 അമ്മമാര് തങ്ങളുടെ പ്രശ്നം കൊണ്ട് പെറ്റീഷനാണോ ഫയൽ ചെയ്തിരുന്നത്? എവിടെയാ?
എത്ര നാളായി കാണാൻ വിളിച്ചപ്പോ? 6 മാസം കഴിഞ്ഞു. അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ 1.5 കൊല്ലം, ഇപ്പൊ 2 കൊല്ലമായി ഇപ്പത്തവരെ കണ്ടിട്ട് അല്ലേ? 2 കൊല്ലമായി. ഈ കാരണം കൊണ്ടാണോ നിങ്ങൾ ഗൾഫ് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്? അല്ല, ശമ്പളം കുറവായിരുന്നു. അല്ല, പിന്നെ ആ ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഇദ്ദേഹം നിരന്തരം വിളിക്കുകയൊക്കെ ചെയ്യും? നിരന്തരം വിളിക്കും. എന്ന് വെച്ചാൽ അന്ന് എന്റെ അമ്മയുണ്ട്, അമ്മ മരിച്ചിട്ടില്ല. അപ്പൊ രാത്രി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ 9:30-ക്ക് ശേഷം എന്നെ വിളിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വീട്ടില് എന്റെ റൂമിൽ ചെന്ന് ഫാനിട്ട് വിളിക്കുമ്പോ അമ്മ ഇത് ശ്രദ്ധിക്കുന്നു, വയ്യാതെ കിടക്കുവാന്നെങ്കിലും. അപ്പൊ അമ്മ ചോദിക്കും നീ ആരെ ഇങ്ങനെ വിളിക്കുന്നു? അപ്പൊ ഇതിനു വേണ്ടി അമ്മ എന്നെ അടിച്ചിട്ടുമുണ്ട്, ഒരുപാട് അടി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാര്യങ്ങൾ അപ്പോഴും തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയുള്ള ഒരു മനുഷ്യൻ അയാള് നിങ്ങളെ ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? മാഡം പ്രോത്സാഹിപ്പിക്കാനെന്ന് പറയാൻ ഞാൻ എന്റെ ഒരു പ്രാവശ്യം നമ്മൾ വിളിക്കുമ്പോ അയാൾക്ക് പ്രോത്സാഹന രീതിയിൽ ഒരു വാക്കെങ്കിലും ഒരു മൂളലെങ്കിലും കേട്ടില്ല, പുരുഷൻ വിളിക്കത്തില്ല. സത്യം മാഡം, ഞാൻ ചീത്തയൊന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധം മുന്നോട്ട് മുന്നോട്ട് പോണ്ട എന്ന് പറഞ്ഞോണ്ട് ദിവസം വിളിക്കൂ. ഇല്ല, അങ്ങനെയല്ല. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അവസാനം പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോ എങ്ങനെ ആദ്യത്തെ കോളിൽ തന്നെ പറയേണ്ട കാര്യം മാറ്റർ തീർന്നില്ലേ? പിന്നെ പിറ്റേ ദിവസം വയ്യാതിരിക്കുന്ന നമ്മ വിളിച്ച് നീ ആരുമായിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്നവരെ വർത്താനം പറയുന്നത് ഇതാണോ? നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇത് പറയാൻ അങ്ങനെയല്ല, ജീവിത കാര്യങ്ങളാ പറഞ്ഞല്ല. വേറെ ജീവിതകാര്യം എന്തോ അന്യ ഒരുത്തനുമായിട്ട് എന്തോ ജീവിതകാര്യം, ആരാണ്ടേ പെണ്ണിനെ കെട്ടി ഒരുത്തനെ എന്തോ ജീവിതകാര്യമൊക്കെ പറയാനുള്ള